ഇസ്രയേൽ പലസ്തീൻ യുദ്ധം വെടിനിർത്തലിൽ കൊണ്ട് നിർത്തിയതിനു പിന്നാലെ ഇപ്പോൾ ട്രംപ് യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിന്മേൽ ഇടപെടാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് എത്രത്തോളം സാധ്യമാകും എന്നുള്ളതാണ് ലോകരാജ്യങ്ങൾ മുഴുവൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപ് ജനുവരി 20 അധികാരമേൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു താൻ പ്രസിഡന്റായി വരികയാണെങ്കിൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കും എന്നുള്ളത്. പക്ഷേ അദ്ദേഹം അതിനുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് അദ്ദേഹം വിജയിച്ചത്. അതായത് അദ്ദേഹം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്നെ അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ യുദ്ധത്തിന് ഒരു വിരാമം കുറിക്കാൻ, ഒരു അന്ത്യമുണ്ടാക്കാനായി യുദ്ധം അവസാനിപ്പിക്കാനുള്ള വിവിധ ആശയങ്ങളുടെ കരട് രൂപരേഖ ട്രംപിന്റെ ടീം അദ്ദേഹത്തിന് മുമ്പിൽ സമർപ്പിച്ചിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഈ കരട് രേഖ എന്ന് പറയുമ്പോൾ അതിൽ സാധ്യതകൾ മാത്രമാണുള്ളത്. ഇത് നിർത്താൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതല്ല, എന്തൊക്കെയാണ് ഈ യുദ്ധം നിർത്താനുള്ള സാധ്യതകൾ എന്നുള്ളതാണ് ട്രംപിന്റെ ടീം അദ്ദേഹത്തിന് മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ വരുന്ന പ്രധാനമായിട്ടുള്ള സമാധാന രൂപരേഖകളിൽ 4 സമാധാന പ്ലാനുകളാണ് അദ്ദേഹത്തിന് ഉള്ളത് എന്നുള്ളതാണ്. ഈ 4 സമാധാന പ്ലാനുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിലവിലെ യുദ്ധം മരവിപ്പിക്കും. അതായത് ഫ്രീസിംഗ് ദ വാർ. ഈ യുദ്ധം എങ്ങനെയാണോ ഇപ്പോഴത്തെ പൊസിഷനിൽ നിൽക്കുന്നത് അവിടെ വെച്ച് ഈ യുദ്ധം നിർത്തുക, അത് മരവിപ്പിക്കുക എന്നുള്ളതാണ്. അതിൽ മാറ്റം വരില്ല. അതിൽ ഉൾപ്പെടുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യം, റഷ്യ യുക്രൈൻ്റെ 30% ഭൂമി പിടിച്ചെടുത്തിരുന്നു. ആ ഭൂമി റഷ്യയ്ക്ക് സ്വന്തമാകും. റഷ്യ അത് യുക്രൈന് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ആ കരട് സമാധാന രൂപരേഖയിൽ ഒന്നാമത്തെ ക്ലോസായി വച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ക്ലോസ് എന്ന് പറയുന്നത്, റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങുന്നത് തന്നെ യുക്രൈനെ നാറ്റോയിൽ അംഗമാക്കാം എന്നുള്ള ഒരു വാഗ്ദാനത്തിന്റെ പുറത്താണ്. നാറ്റോയിൽ അംഗമാക്കാമെന്ന് അമേരിക്കയുടെ ജോ ബൈഡൻ വാഗ്ദാനം ചെയ്തു. അതിന്റെ പേരിൽ റഷ്യ അത് അനുവദിച്ചില്ല. കാരണം യുക്രൈൻ നാറ്റോയിൽ അംഗമായി കഴിഞ്ഞാൽ യുക്രൈൻ റഷ്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്. യുക്രൈനിലേക്ക് നാറ്റോ എത്തും. അങ്ങനെ നാറ്റോ എത്തിക്കഴിഞ്ഞാൽ റഷ്യയുടെ അതിർത്തിയിൽ നാറ്റോയുടെ സാന്നിധ്യം ഉണ്ടാകും. അത് റഷ്യ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ റഷ്യയോട് നാറ്റോയിൽ അംഗമായി കഴിഞ്ഞാൽ, അങ്ങനെ ഒരു നീക്കം പോലും നിങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ യുദ്ധത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് റഷ്യ യുക്രൈൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇനി 20 വർഷത്തേക്ക് യുക്രൈനെ നാറ്റോയിൽ അംഗമാക്കില്ല എന്ന് ഈ കരട് സമാധാന രൂപരേഖയിലുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, റഷ്യ യുക്രൈൻ അതിർത്തിയിൽ 800 മൈൽ ദൈർഘ്യമുള്ള ഡീമിലിറ്ററൈസ്ഡ് സോൺ സ്ഥാപിക്കുക എന്നുള്ളതാണ്. പോരാത്തതിന് റഷ്യയുടെ തുടർ ആക്രമണം തടയാനുള്ള പ്രധാന പദ്ധതികളുണ്ട്. യുക്രൈൻ്റെ സുരക്ഷയും ഈ പ്രധാന പദ്ധതികളിൽ ഉൾപ്പെടുന്നു. പക്ഷേ അമേരിക്ക ഇതിന് പൈസ ചെലവാക്കില്ല എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ട്രംപ് ആ കാര്യത്തിലേക്ക് ബുദ്ധി രാക്ഷസനാണ്. അനാവശ്യമായി ഒരു തുക പോലും യുദ്ധത്തിനോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്കോ വേണ്ടി ചെലവഴിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അമേരിക്കയുടെ പൈസയാണ്. അതുകൊണ്ട് തന്നെ ഈ പൈസ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഈടാക്കും. നാറ്റോയും ഈ പൈസയിൽ സംഭാവന നൽകണം എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടീം പറഞ്ഞിരിക്കുന്നത്. യുണൈറ്റഡ് നേഷൻസ് UN ഇതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളടക്കം ഇതിനു വേണ്ടി വമ്പൻ തുക ചെലവാക്കണമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഫ്രാൻസ്, ജർമ്മനി, പോളണ്ട് തുടങ്ങിയ രാജ്യങ്ങൾക്ക് അതിൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുണ്ട് എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. നാലാമതായി ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഈ കരട് രൂപരേഖയിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനെല്ലാം പകരമായി യുക്രൈന് ആവശ്യമുള്ള സൈനിക സഹായങ്ങളും ആയുധങ്ങളും അമേരിക്ക നൽകും എന്നാണ് ഈ കരട് സമാധാന രൂപരേഖയിൽ ഉള്ളത്. അങ്ങനെ യുക്രൈനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് റഷ്യയ്ക്ക് ഒരു സമാശ്വസിപ്പിച്ചുകൊണ്ടുള്ള കരട് രൂപരേഖയാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. പക്ഷേ ഇത് എത്രത്തോളം അംഗീകരിക്കപ്പെടുമെന്ന് അറിയില്ല. യുക്രൈൻ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും? അതേസമയം റഷ്യയുടെ പുതിൻ ഇതിൽ ആദ്യം നീരസം പ്രകടിപ്പിച്ചെങ്കിലും പിന്നെ അദ്ദേഹം മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത്. ഈ 4 കാര്യങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതിൽ വിമർശനങ്ങളും ഉയർന്നു കഴിയുന്നുണ്ട്. അമേരിക്ക മാത്രം ഇതങ്ങനെ തീരുമാനിച്ചാൽ എങ്ങനെ ശരിയാകുമെന്നാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ചോദിക്കുന്നത്. നാറ്റോ സഖ്യകക്ഷികളുമായി കൂടിയാലോചിക്കണമെന്ന് അവർ പറയുന്നു. അതുപോലെ തന്നെ റഷ്യ സഹകരിക്കണം. റഷ്യയുടെ ആവശ്യങ്ങൾ ഇതിലും വലുതാണ്. 30% ഭൂമിയല്ല, മറിച്ച് യുക്രൈൻ പൂർണ്ണമായും പിടിച്ചെടുത്തു കഴിഞ്ഞല്ലാതെ റഷ്യ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് നിങ്ങൾക്കറിയില്ല എന്നിങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.